നമുക്കറിയാം മാഹിൻ എന്ന യൂട്യൂബറെ ഹിച്ച് ഹൈക്കിങ്ങിലൂടെ ലോകം ചുറ്റുന്ന ഒരു സഞ്ചാരിയാണ്. അദ്ദേഹം 19 വയസ്സിലെ യാത്ര തുടങ്ങിയതാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്കാണ് ഈ യുവാവ് മാഹിൻ പോയിരിക്കുന്നത്. അദ്ദേഹം പോകുന്നതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിടാറുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന ദിവസം അദ്ദേഹം ഒരു ചെറിയ വീഡിയോ അവിടെ എത്തിയതിന് ശേഷം പുറത്തുവിട്ടിരുന്നു. അവിടുത്തെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിന് താഴെ ധാരാളം അധിക്ഷേപ വാക്കുകൾ വരുന്നുണ്ട്, കമൻറ്റുകൾ വരുന്നുണ്ട്. അതിൽ ചിലത് നീ അവിടെ തന്നെ കൂടിക്കോ, പിന്നെ അതുകൂടാതെ നിനക്ക് പറ്റിയ വേഷമാണ്, നീ അഫ്ഗാനിയാണ്, പാകിസ്ഥാനിയാണ്, ഇങ്ങനെയുള്ള ധാരാളം വിളികളാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മാഹിൻ തന്നെ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, ഞാൻ ഒരു നാടിൻ്റെ പ്രാദേശിക വസ്ത്രം ധരിച്ചതിന് ഇത്രയധികം കുരുപൊട്ടേണ്ട കാര്യമുണ്ടോ എന്ന്. പിന്നാലെ ഇപ്പോൾ മറ്റൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്, ഇത്തരം നിങ്ങളുടെ ഇത്തരമുള്ള പരാതികളൊക്കെ തുടർന്നോളൂ, ഞാൻ വീണ്ടും ഇത്തരം വേഷം തന്നെയാണ് ധരിച്ചിരിക്കുന്നത്, കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഏതൊരു നാട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ കേരളം വിട്ടിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രാദേശികതയും അവിടുത്തെ സംസ്കാരമൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ പതിവാണ്. പക്ഷേ മാഹിൻ അഫ്ഗാനിസ്ഥാനിൽ പോയതിന് ശേഷം അവിടുത്തെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹേറ്റ് കമൻറ്റും അതിനെ ഈ സൈബർ ഇടത്തിലെ സംഘപരിവാർ അനുകൂല മൈൻഡുള്ളവർ കാണുന്നത് എങ്ങനെയാണെന്നുള്ള ഇതിലേക്കാണ് ആദ്യം. ദാവൂദ് സാഹിബ്, ഈ മാഹിന് ഇത്തരം യാത്രകളിലൂടെ ഭയങ്കര ഫേമസ് ആയ ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ചെറുപ്പത്തിലെ യാത്ര തുടങ്ങി ഓരോ രാജ്യങ്ങളിൽ പോകുന്നു, അതിൻ്റെ വിശേഷങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കുന്നു. ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമുണ്ട്. ഓരോ യാത്രയുടെ വിശേഷങ്ങൾ നേരത്തെ പോയിരുന്നു. അതെ, പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അവിടെ പോകുന്ന സുഹൃത്തിൻ്റെ അടക്കമുള്ള ചിത്രങ്ങളും കൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒട്ടും കൂസലില്ല മാഹിൻ പറയുന്നുണ്ട്, വീണ്ടും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ സൈബർ ഇടത്തിൽ ഇത്തരം ഒരു അധിക്ഷേപ കമൻറ്റുകളെ ഈ സംഘപരിവാർ മനസ്സുള്ള അത്തരം ആളുകളിൽ നിന്ന് വരുന്ന ഈ ഒരു രീതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് സികേഷ്, ഞാൻ അതിനെ നേരെ തിരിച്ചാണ്. ഇപ്പോൾ മാഹിൻ്റെ ആ വീഡിയോ ഞാനും കണ്ടിരുന്നു. ഈ പറയുന്ന ഡ്രസ്സ് ധരിക്കുന്ന ഇതൊക്കെ വെച്ച് അവരുടെ ടേബൻ, നല്ല രസമുണ്ട്. ആ ടേബൻ അയാൾ ചുറ്റി ഇതാക്കുന്ന ശോഭയാണ് സികേഷ് പറഞ്ഞ പോലെ. അതിൽ താഴെ അധിക്ഷേപ കമൻറ്റുകളുണ്ട്. പക്ഷെ അതേക്കാൾ കൂടുതലോ അല്ലെ അതേപോലെയോ അതിനെതിരായിട്ടുള്ള എന്തോ നാടായി ഇത്, ഈ പരിപാടി ഇത് നിർത്താനായിട്ടില്ല എന്ന മറ്റുള്ള പ്രതികരണങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ആ ഒരു സൈബർ സ്പേസിൽ ഈ വിദ്വേഷത്തിൻ്റെ ഒരു ഡൊമിനൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓഫ് കോഴ്സ് വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കമൻറ്റുകൾ ഇതാക്കാൻ വേണ്ടി ഒരു മെഷീനറി എന്ന പോലെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വളരെ സ്പോണ്ടാനിയസ് ആയിട്ട് അതിനെതിരായിട്ടുള്ള പ്രതികരണം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. മാഹിന് വലിയ തോതിൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. വളരെ നേരത്തെ തന്നെ വലിയ തോതിൽ ഫോളോവേഴ്സ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ യാത്ര എന്ന് പറയുന്നത്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോകുന്നു, വ്യത്യസ്തമായ അനുഭവങ്ങൾ മുന്നോട്ട് വെക്കുന്നു. വളരെ കൂൾ കൈ ആയിട്ട് പോകുന്ന ഒരാൾ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മാത്രമല്ലല്ലോ. അപ്പോൾ കേരളത്തിലെ BJPയുടെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം കൊടുക്കുകയാണ്. മന്തിക്കടകൾ ലഷ്കർ കേന്ദ്രങ്ങളാണെന്നുള്ളതാണ്, ലഷ്കർ ഭീകരവാദ കേന്ദ്രങ്ങളാണെന്നാണ് പുള്ളിയുടെ ആ ഇൻ്റർവ്യൂയുടെ തംബ്നെയിൽ തന്നെ. മന്തിക്കടകൾക്ക് പുറകിലെ ലഷ്കർ ബന്ധം എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരിവിടെയുണ്ട്. മന്തിക്കട കണ്ടാൽ പേടി, അത്തർ കട കണ്ടാൽ പേടി, ഡ്രൈ ഫ്രൂട്ട് കട കണ്ടാൽ പേടി. ഇതിന് ചുമ്മാറില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ടേബൻ കണ്ടാൽ പേടി, ടേബൻ ചുറ്റുന്ന കണ്ടാൽ അതിൽ അസ്വസ്ഥരാകുക, അതിനെ ഇതാക്കുക. ഇപ്പോൾ വേറൊരു നാട്ടിൽ നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്യൂലിനറി പ്രാക്ടീസസ്, അവിടുത്തെ ഡ്രസ്സ്, ഇത്തരം ഇങ്ങനെ സംഗതികളൊക്കെ കാണുക, പരിചയപ്പെടുക, ടേസ്റ്റ് ചെയ്യുക, അത് അവിടുത്തെ ഡ്രസ്സ് ധരിക്കുക, അവിടുത്തെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം വീഡിയോഗ്രാഫ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് ഏത് നാട്ടിൽ പോയാലും ഉണ്ടാകുന്നതാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോൾ മാത്രം പ്രത്യേക തരത്തിലുള്ള ഒരു വികാരങ്ങളിങ്ങനെ വിജൃംഭിച്ച് വരുന്ന ഒരു വേറൊരു ലെവലാണ്. പക്ഷേ ഇത് പൊട്ടാൻ പോകുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ മറ്റന്നാൾ August 17 താലിബാൻ ടേക്ക് ഓവറിൻ്റെ 5ാം വർഷം അഫ്ഗാനിസ്ഥാനിൽ. ഇപ്പോൾ താലിബാൻ്റെ നിലപാടുകളോട് മുസ്ലിം ലോകത്ത് തന്നെ എല്ലാവരും താലിബാനോട് നിങ്ങളുടെ ഈ പരിപാടികൾ അവസാനിപ്പിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകൾ സംയുക്തമായി OIC സർവ്വ മുസ്ലിം രാജ്യങ്ങൾ സംയുക്തമായി അവരോട് ആവശ്യപ്പെട്ടാണ്. താലിബാൻ്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നവരാണ്. താലിബാനോട് ഏറ്റവും മുഹബത്തുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ്. മറ്റന്നാൾ ഡൽഹിയിലെ ഇവരുടെ എംബസിയിൽ ഇതിൻ്റെ ആഘോഷം നടക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥരൊക്കെ അതിൽ പങ്കെടുക്കുമെന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. താലിബാൻ 2 മിനിസ്റ്റേഴ്സിനാണ് വന്നു കഴിഞ്ഞു. പിന്നെ അവിടുത്തെ കൃഷിമന്ത്രി, പിന്നെ മുത്തവക്കീലോ വലിയ സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പക്ഷേ ഭരണകൂടം അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മിത്രങ്ങൾ ഒരു ടേബൻ ചുറ്റുന്ന ഒരാളെ കാണുമ്പോഴേക്ക് അസ്വസ്ഥരാകുന്നുണ്ട്. വിചിത്രമായൊരു ലോകം, അത്രയേ ഉള്ളൂ. ജിമ്മി, ഈ മാഹിൻ്റെ വീഡിയോകൾ കാണാറുണ്ടോ? മാഹിൻ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നു, കൊടുത്ത അനുഭവങ്ങളൊക്കെ വിവരിക്കുന്നു. ഇതിനെ വളരെ കൂസലില്ലാതെയാണ് പറയുന്നത്, ഞാൻ ഇനിയും ചെയ്യും ഇതെന്നുള്ള അത്രേ ഇപ്പോഴത്തെ ഈ കാലത്തൊരു ചെറുപ്പക്കാരും അല്ലെ യുവാക്കളൊക്കെ അതിനൊക്കെ അത്ര വിമർശനങ്ങൾ അങ്ങനെ കൂടിയിട്ടേ കാണുള്ളൂ. മുമ്പ് അത്തരത്തിൽ പിന്നോട്ട് പോകുന്ന ഒരാൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ
ഇന്ന് ഇത്രേ ഉള്ളൂ, ഇവർ പോയി പണി നോക്കുമെന്നൊരു മൈൻഡിലില്ലേ? അങ്ങനെ സുകേഷ്, ഇത് മാഹിൻ്റെ പോലെയുള്ള ഒരുപാട് ആളുകൾ, മലയാളികളും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഇത്തരം യാത്രകൾ ചെയ്യുന്നത്, ഹിച്ച് ഹൈക്കിംഗ് മാത്രം ചെയ്യുന്ന. അപ്പോൾ മാഹിൻ അങ്ങനെ ഒരാളാണ്. ഇതൊരു ഒരു 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 8-9 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് തന്നെ 2 ചെറുപ്പക്കാർ ഒരുമിച്ച് ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് ഇന്ത്യയുടെ അങ്ങറ്റം വരെ പോയൊരു കഥയുണ്ട്. അപ്പം അത് ഒരു പത്രത്തിൽ വിശദമായിട്ട് അതിൻ്റെ ഇത് കഥ വന്നിരുന്നു. മറ്റൊരു പെൺകുട്ടി, അവർ നോർത്ത് ഈസ്റ്റ് വരെ എത്തി ഈ ലിഫ്റ്റ് ചോദിച്ചിട്ട്. ഇവരൊക്കെ വളരെ ക്യാമറ ഷൈ ആയിട്ടുള്ള ആളുകളായിരുന്നു. അന്നൊന്നും നമുക്കൊന്നും ഒരു അഭിമുഖം ചോദിച്ചിട്ടൊന്നും ഇവരാരും അത്ര താല്പര്യം കാണിച്ചില്ല. അതിനുശേഷമാണ് ഇൻസ്റ്റഗ്രാമൊക്കെ വന്നതിന് ശേഷമാണ് ഇത് വളരെ വ്യാപകമായി നമ്മൾ ഇത്തരം ആളുകളെ പരിചയപ്പെടുന്നത്. മറ്റൊരു കക്ഷി, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഇന്ത്യക്കാരനല്ല. അയാൾ ഒരു കാരണവശാലും ഫ്ലൈറ്റിൽ കയറില്ല, റോഡ് വഴിയേ യാത്രയുള്ളൂ എന്നുള്ളതാണ് പുള്ളിയുടെ പ്രഖ്യാപനം. എന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനൊരു പ്രാവശ്യം ഇറാനിൽ യാത്ര ചെയ്യുമ്പോൾ ഇറാനിൽ വെച്ചൊരു മലയാളി ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇറാഖിൽ നിന്ന് ക്രോസ് ചെയ്ത് വരിക മറ്റാണ്, അതോ തിരിച്ച് ഇറാഖിലേക്ക് പോവുകയാണ്. അസർബൈജാൻ, കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് അപ്പോൾ എത്രയോ 6 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസകരമായ യാത്ര ചെയ്യുന്ന വേറൊരു ട്രിപ്പിലായ മനുഷ്യരാണ്, ജെൻസി പിള്ളേരാണ്. അവരെ സംബന്ധിച്ചോളം ഇതിൻ്റെ താഴെ വന്ന് ഈ അടിയുണ്ടാക്കുന്നതും ഈ ബഹളം ഉണ്ടാക്കുന്നതും അവർ ദേ ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺഡ്. ഒരു പാസിങ് കമൻറ്റാണ് മൈൻ്റെ, എന്നെക്കുറിച്ച് കമൻറ്റൊക്കെ ഉണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മൾ പുള്ളിയുടെ അടുത്ത വിഷയം പറയുകയാണ്. പക്ഷേ നിങ്ങളിന്ന് താഴോട്ട് എടുത്ത് നോക്കൂ, താഴെ മുതൽ ഒന്നാന്തരം ആടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് താലിബാൻകാരാ, നിനക്ക് മതിയാക്കാരായില്ലെന്ന് മാത്രമല്ല, തിരിച്ച് ഹിന്ദു ദൈവം, ആഹാ നീ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ. ഒരെണ്ണം കണ്ടത് 1905 മാറുമറിക്കാത്ത കുറേ സ്ത്രീകളുടെ ചിത്രം. അതിൻ്റെ തൊട്ട് താഴെ 1905 കുറേ മുസ്ലിം സ്ത്രീകൾ റൗക്കയൊക്കെ ഇട്ടിരിക്കുന്നു. കണ്ടോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പണിയില്ലാത്ത അമ്മാവന്മാരായിരിക്കാനാണ് എല്ലാ സാധ്യതയും. ജെൻസി പിള്ളേർ ഈ കളമൊക്കെ വിട്ടിട്ട് അവരവരുടെ പണി ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഈ താഴെ കിടന്ന് അടിയുണ്ടാക്കുന്നവർക്ക് അതിന് മാത്രമേ ജീവിതത്തിൽ ഒരിക്കലും നല്ലൊരു യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് അവരുടെ സർക്കിളിന് പുറത്ത് നല്ലൊരു സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടാവില്ല, നല്ലൊരു രാജ്യം കണ്ടിട്ടുണ്ടാവില്ല, ഒന്നും പുതുതായി പരീക്ഷിച്ചിട്ടുണ്ടാവില്ല, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് ശേഷം വന്ന ജെൻസികളാണ് നേരത്തെ പറഞ്ഞ ജന്തർ മന്ദറിൽ പുതിയൊരു സമര ചരിത്രം എഴുതിയത്. അപ്പോൾ അത് നമ്മൾ കൺസേൺ ആവണ്ട. ഇത് ഫേസ്ബുക്കിൽ എഴുതി താഴെ കമൻ്റ് ഇട്ടങ്ങ് ഒടുങ്ങിക്കോളും. കുറച്ച് കാലം കൂടെ ശല്യം ഉണ്ടാകും, അത് കഴിഞ്ഞാൽ തീരും. ഇത്തരം യാത്രകളും ഇത്തരം യാത്രികരുമാണ് ഇനിയുള്ള ഒരു അടുത്ത പ്രതീക്ഷയോ അടുത്ത കാര്യം. അതാണ് ഫ്യൂച്ചർ. അത്രയും അപ്പോൾ ഒട്ടും നിരാശ വേണ്ട എന്നുള്ളതാണ്. യെസ്, അത്തരം അധിക്ഷേപങ്ങളെയും വിമർശനങ്ങളെയും ഒന്നും കൂസാതെ തന്നെ മാഹിനി യാത്ര തുടരട്ടെ.